പണ്ട് 2006 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഇറ്റലിയുടെ താരം മെറ്ററാസിയെ സിദാൻ ഇടിച്ചിട്ടു. സിദാന് റെഡ് കാർഡും കിട്ടി, ഫ്രാൻസിന് വേൾഡ് കപ്പും പോയി കിട്ടി. ആ പ്രാക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇറ്റലി ഫിഫ വേൾഡ് കപ്പ് കളിച്ചിട്ട് ഇറ്റലി ഫാൻസ് അസ്വസ്ഥരാണ്. പക്ഷെ ഇത്തവണ അവർ കളിക്കും. ഫുട്ബോളല്ല, പകരം ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇറ്റലിയൊക്കെ ക്രിക്കറ്റ് കളിക്കുമോ എന്നതാണ് പലർക്കും ഡൗട്ട്. എന്നാൽ അറിഞ്ഞിരിക്കണം, അർജന്റീനയും ബ്രസീലും ഫ്രാൻസും ജർമ്മനിയും അടക്കം 110 മെമ്പേഴ്സ് ഉണ്ട് ICCയുടെ ഫുൾ ലിസ്റ്റിൽ. പക്ഷേ 12 ഫുൾ മെമ്പേഴ്സേ ഉള്ളൂ. അവരുടെ കളിയെ നമ്മൾ കാണാറുള്ളൂ. ബാക്കി 98 അസോസിയേറ്റ് മെമ്പേഴ്സ് അവരെന്നും എപ്പോഴും കളിക്കുന്നുണ്ട്. പക്ഷെ മേജർ ടൂർണമെന്റിലൊന്നും നമ്മൾ കാണാറില്ല, കാരണം അവർക്ക് യോഗ്യത കിട്ടാറില്ല. ഇപ്പോൾ ഇറ്റലി അങ്ങനെ ആദ്യമായി യോഗ്യത നേടിയിരിക്കുകയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ഇത്തവണത്തെ T20 വേൾഡ് കപ്പിന് ആദ്യമായിട്ടാണ് 20 ടീമുകൾ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതും ഒരർത്ഥത്തിൽ ക്രിക്കറ്റിൽ ഇറ്റലിക്ക് പുതിയ ചരിത്രം എഴുതാൻ കാരണമായി. 5 ടീമുകൾ ഉൾപ്പെടുന്ന യൂറോപ്പ് റീജിയനിൽ നിന്നാണ് നെതർലൻഡ്സിനൊപ്പം ഇറ്റലിയും ലോകകപ്പിന് പാട് കെട്ടാൻ യോഗ്യത നേടിയത്. ഇനി ടീം ലിസ്റ്റിലേക്ക് വന്നാൽ UAE ടീമിലും അമേരിക്കൻ ടീമിലും ഒക്കെ നമ്മൾ കണ്ട പോലെ കാണുന്നത് പോലെ മറ്റ് രാജ്യക്കാരും കളിക്കാനായിട്ട് ഈ ടീമിലുണ്ട്. പതിവ് പോലെ ഇന്ത്യക്കാരനുണ്ട്, ഒരു ജസ്പ്രീത് സിംഗ്. എന്തായാലും ഇംഗ്ലണ്ടും ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് അസൂരിപ്പട മത്സരിക്കാൻ ഇറങ്ങുന്നത്. കണ്ടറിയാം അവർ മെറ്ററാസിയെ പോലെ കളത്തിൽ ഇടിച്ചിടുമോ അതോ അടിച്ചിടുമോ എന്ന്. എന്തായാലും ഇറ്റലി ടീം ഫുട്ബോൾ ഫാൻസ് തൽക്കാലം വേണമെങ്കിൽ ഒരു ഫ്ലെക്സ് ക്രിക്കറ്റിന്റെ വെച്ച് സമാധാനിക്കാം.